നമ്മൾ ഹജ്ജിന് അപേക്ഷ കൊടുക്കുന്നു. ഹജ്ജ് അപേക്ഷ കൃത്യമാണെങ്കിൽ, സ്വീകാര്യമാണെങ്കിൽ അത് ഹജ്ജ് കമ്മിറ്റി വെരിഫൈ ചെയ്ത് സ്വീകരിക്കുന്നു. അപ്പോഴാണ് കവർ നമ്പർ ഇഷ്യൂ ചെയ്യുന്നത്. ഒരു കവർ നമ്പർ, അതൊരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവരെയും ഉള്ളൊരു നമ്പറാണ്. കവർ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കവർ ഹെഡ് പറഞ്ഞു. കവർ ഹെഡിനാണത് ആയിട്ടുള്ള ഡീലിങ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഹജ്ജ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് നറുക്കെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രയോറിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു 65+ മെയിൽസ്, 65+ ലേഡീസ് വിത്തൗട്ട് മെഹറം, 45+ ആപ്ലിക്കേഷൻ അവർക്ക് മുൻഗണന ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നറുക്കെടുപ്പിൽ അപേക്ഷിച്ചവർക്ക് മുഴുവൻ കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ലോട്ട് എടുക്കുന്നതാണ് ഖുറ എന്നാണ് അവർ ഇതിൽ പറയുന്ന പേര്. അതിപ്പോൾ മെക്കനൈസ്ഡ് ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പാണ്. നറുക്കെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് സെലക്ട് ചെയ്തു എന്നുള്ള വിവരങ്ങളും SMS ആയിട്ട് വരുന്നുണ്ട്. ഹജ്ജ് കമ്മിറ്റി വഴി അറിയിക്കും, ട്രെയിനർമാർ വഴി അറിയിക്കും. അതാണ് നറുക്കെടുപ്പിൽ കിട്ടിയല്ല, അതാണ് അത്. ബാക്കിയുള്ളവർ വെയിറ്റിംഗ് ലിസ്റ്റ് ഇടും. വെയിറ്റിംഗ് ലിസ്റ്റ് 1, 2, 3 അങ്ങനെ ഇടും. ഈ പ്രധാന കോട്ടയിൽ ഒഴിവ് വരുന്ന അനുസരിച്ച് വെയിറ്റിംഗ് ലിസ്റ്റ് അങ്ങനെ മുകളിലേക്ക് അങ്ങനെ ആൾക്കാർക്ക് കൊടുക്കും. സെലക്ഷൻ ആയി കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് രേഖകളുടെ കോപ്പി സബ്മിറ്റ് ചെയ്യാനാണ്. അതേപോലെ മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് പണം അടച്ചത്. ആദ്യത്തെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ പറയും. അപ്പോൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടക്കണം. അതിന് ബാങ്കിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മോഡ് ഓഫ് പേയ്മെൻ്റ് ഒക്കെ അപ്പോൾ പറയും. രേഖകളുടെ ചില കോപ്പികൾ വേണം, മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ വേണം, അതങ്ങനെ കൊടുക്കുന്നു. പിന്നീട് 2 or 3 ഘട്ടങ്ങളായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു, അതിന് അറ്റൻഡ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ഗഡു അടക്കാൻ പറയുന്നു. അതിനിടയിൽ പാസ്പോർട്ട് അപ്പോൾ കൊടുക്കാൻ പറയുന്നില്ല. ഒറിജിനൽ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നു. പിന്നെ 3ാമത്തെ ക്ലാസ് കൊടുക്കുന്നു. അതുകൊണ്ട് വളരെ പ്രധാനമാണ് കുത്തിവയ്പ്പ്. ഗവൺമെൻറ് ആശുപത്രികളിൽ വെച്ചാണ് കുത്തിവയ്പ്പ് നടത്തുന്നത്. മെനിഞ്ചൈറ്റിസ്, പോളിയോ വാക്സിൻ അങ്ങനെയുള്ള ഇഞ്ചക്ഷനുകളൊക്കെ ഉണ്ട്, നിർബന്ധമാണ്. അതില്ലാതെ പോകാൻ പറ്റില്ല. ഒരു ഹാറ്റ് കാർഡ് ഉണ്ട്, അത് രേഖപ്പെടുത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഒപ്പിട്ടിട്ടുള്ള ഒരു ഹാറ്റ് കാർഡുണ്ട്, അത് കൊടുക്കണം. പിന്നീട് യാത്രയുമായി ബന്ധപ്പെട്ടാണ് ഇത്ര ലഗേജ് തൂക്കം പറയുന്നു, ഹാൻഡ് ബാഗ് പറയുന്നു, ഒക്കെ അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നു. ഏത് ഫ്ലൈറ്റിൽ ആണ് പോകേണ്ടതെന്നുള്ള സെലക്ഷനാകുന്നു, എപ്പോഴാണെന്നുള്ളത് കിട്ടും. അപ്പോൾ പിന്നീട് ഹജ്ജ് ക്യാമ്പുകളിൽ ഏതാണ്ട് 24 hour മുമ്പ് ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു കണ്ണൂർ, കോഴിക്കോട്, നെടുമ്പാശ്ശേരി, കൊച്ചിയാണ് 3 എംബാർക്കേഷൻ പോയിന്റുകൾ.